நெருக்கத்தின் அப்பம் ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനി കുടിച്ചെന്നാലും നെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനി കുടിച്ചെന്നാലും ദേഹി ക്ഷയിച്ചെന്നാലും എല്ലാം ആയെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വാഴ്ചി വാ തുറന്ന് പാടുവിൻ. എല്ലാവരും 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 അഗ്നി മഴ അഗ്നി മഴ അഗ്നി മഴ rain of fire rain of fire rain of fire ഓരോ ആളുകളിലും ജീവൻ എൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ആമേൻ ജീവൻ എൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം അഗ്നി 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 ഓരോ ആളുകളുടെ ഉള്ളിലും 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 ഓ ദിവ്യ തേജസ് ദിവ്യ തേജസ് ദിവ്യ തേജസ് നിന്റെ ഉള്ളിൽ നിന്റെ ഉള്ളിൽ നിന്റെ ഉള്ളിൽ you are being literally spiritually lifted up. ആമേൻ. അവൻ നിന്നെ തൊട്ട് ഉണർത്തി ഉയർത്തുന്നത് ആത്മനിറവ് ആരാധനയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആത്മനിറവ്. ആമേൻ ആമേൻ. നന്ദി രാജ, നന്ദി നന്ദി ദൈവമേ, അങ്ങ് അരുളി ചെയ്യണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ ആമേൻ. സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാം വചനം. പ്രസംഗി 3:11. അവൻ ദൈവം യഹോവ അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത്. ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ബൈബിളിലുള്ളത്. പക്ഷെ എൻ്റെ കിങ് ജെയിംസ് വെർഷനിൽ അങ്ങനെയല്ല.
അവൻ ദൈവം സകലവും അതതിൻ്റെ സമയത്തല്ല, അവൻ്റെ സമയത്ത്. അതതിൻ്റെ, നോട്ട് ഇൻ ഇറ്റ്സ് ടൈം, ഇൻ ഹിസ് ടൈം. അവൻ സാക്ഷാൽ ദൈവം സകലവും അവൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് எல்லாம் வசனம் சொல்லுகிறது நேர்த்தியாக செய்தார். He did everything beautifully in his time. அவருடைய சமயம், தேவாதி தேவனுடைய சமயத்து எல்லாம் நேர்த்தியாய் அழகாக செய்தார். அவൻ്റെ സമയം, his time. Nothing will happen until his time is right. ഈ ഭൂമിയിലോ നിങ്ങളുടെയോ എൻ്റെയോ ജീവിതത്തിൽ അവൻ്റെ ദൈവത്തിൻ്റെ സമയം ശരിയാകുന്നത് വരെ ഒന്നും സംഭവിക്കുകയില്ല. ആമേൻ. അവന് ഒരു സമയമുണ്ട്. പ്രസംഗി 3:1. എല്ലാത്തിനും ഒരു സമയമുണ്ട്. A clock in heaven. A clock in heaven. ദൈവത്തിനൊരു സമയമുണ്ട്. ആസ്പത്രിയിൽ, സർജറി ഹാളിൽ അവിടെ ഒരു ക്ലോക്കുണ്ട്, സ്റ്റോപ്പ് വാച്ച്. ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ അത് ഓടാൻ തുടങ്ങും. ഓപ്പറേഷൻ തീരുമ്പോൾ അതിനെ സ്റ്റോപ്പാക്കും, സ്റ്റോപ്പ് വാച്ച്. ഇൻ സർജറി തിയേറ്റർ നമുക്കൊരു ഘടികാരമുണ്ട്, ലോക്കൽ ടൈം. ലോക്കൽ ടൈം. എല്ലാത്തിനും മേലെ എല്ലാത്തെയും നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിലൊരു ക്ലോക്കുണ്ട്. ആമേൻ. ആ സമയമോ കാലമോ അല്പബുദ്ധിയായ മനുഷ്യ നിന്റെ പരിധിക്ക് ഉൾപ്പെട്ടത് അല്ല. God's time is not within your limit. ബൈബിൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:7 പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളത് അല്ല. ആമേൻ. ഹല്ലേലൂയ. പിതാവ് തൻ്റെ സ്വന്തം പരിധിക്കകത്ത്, സ്വന്തം അധികാരത്തിനകത്ത്, സ്വന്തം ശക്തിക്കകത്ത് വച്ചിരിക്കുന്ന സമയം, കാലം, മനുഷ്യൻ അത് അറിയുവാൻ അവന് ഉള്ളത് അല്ല. അപ്പോസ്തലർ 1:7 അതുകൊണ്ടാണ് ആബ്രഹാം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ ഹൃദയങ്ങളെയും ഞാൻ കണ്ട്, my eyes pierced into the heart of every man. എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളെയും കണ്ടെങ്കിലും നിന്റെ ഹൃദയം വിശ്വസ്തം എന്ന് ഞാൻ കണ്ടിരിക്കുന്നു. നെഹെമ്യ 9:8. ആകയാൽ therefore I decided to bless you. ആകയാൽ ആബ്രഹാമേ, വയസ്സ് 75, നെവർ മൈൻഡ്, എനിക്കൊരു പ്രത്യേക ക്ലോക്കുണ്ട്, സമയമുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ തലമുറ അനുഗ്രഹിക്കും. നിന്റെ ചാർച്ചക്കാരെ വിടുക, നിന്റെ പിതൃഭവനത്തെ വിടുക. സ്വാഭാവികമായി ആബ്രഹാമിൻ്റെ ഭാഗത്ത് ഒരു സ്വാതന്ത്ര്യമുണ്ട്. വയസ്സ് 75 പിതാവേ, എന്ന് എന്നെ അനുഗ്രഹിക്കും. ഷോ മീ ദ ടൈം, ഷോ മീ ദ ടൈം. ആ കാലം, ആ സമയം ദൈവമേ അറിയിക്കണമേ. ചോദിച്ചേയില്ല. ആമേൻ. ചോദിച്ചേയില്ല.
Like a fool, he obeyed. ഒരു മൂടനെ പോലെ ആബ്രഹാം അനുസരിച്ചു. എപ്പോൾ അനുഗ്രഹിക്കും എന്ന് ചോദിച്ചേയില്ല. കാരണം ദൈവത്തിൻ്റെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. ദൈവത്തിൻ്റെ സഖിത്വം തന്നെ ഭയപ്പെടുന്ന ആളുകൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ആബ്രഹാമിന് ദൈവം 2 ദിനവൃത്താന്തം 27, ഐസ 41:8, യാക്കോബ് ലേഖനം 2-ാം അധ്യായം 23-ാം വചനത്തിൽ വീണ്ടും 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 ഒരു പൊന്നു പേര് പറഞ്ഞ് വിളിക്കും, ആബ്രഹാം എൻ്റെ ഫ്രണ്ട്. ആമേൻ. ആബ്രഹാം എൻ്റെ സ്നേഹിതൻ. എൻ്റെ ദൈവത്തിന് സ്നേഹിതന്മാരാവശ്യമുണ്ട്, സ്നേഹിതിമാരാവശ്യമുണ്ട്. അവൻ്റെ സമയം എന്നെ അനുഗ്രഹിക്കുമെന്ന് കണ്ണും അടച്ചിക്കൊണ്ട് ഒരു മൂടനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം മാത്രം മുറുകെ പിടിച്ച ആബ്രഹാം, ദൈവത്തിൻ്റെ സ്നേഹിതൻ, അവൻ എന്നോട് കൃപ കാട്ടുവോളം എൻ്റെ കണ്ണുകൾ അവനെ നോക്കിക്കൊണ്ടേയിരിക്കും. It is the secret of blessing. സങ്കീർത്തനം 123:2. ദേവാദിദേവൻ എന്നെക്കാട്ടിലും വലിയവൻ, എന്നെക്കാട്ടിലും ജ്ഞാനമുള്ളവൻ, എൻ്റെ സൃഷ്ടിതാവ്, എന്നെ കരുതുന്നവൻ, എനിക്ക് ദോഷം ചെയ്യുമോ അവൻ എൻ്റെ ജീവിതത്തിൽ കൃപ ചെയ്യുവോളം എൻ്റെ കണ്ണുകൾ ദൈവത്തെ നോക്കിക്കൊണ്ടേയിരിക്കും. സമയം അവൻ്റെതാണ്, നമ്മുടെ ആരുടേതുമല്ല. ആ പരിധിക്കകത്താരും കൈ കടത്തരുതേ. എല്ലാ പ്രവർത്തനത്തിലും ദൈവത്തിൻ്റെ സമയം ഉണ്ട്. നത്തിങ് വിൽ ഹാപ്പൻ അണ്ടിൽ ഗാഡ്സ് ടൈം ഈസ് റൈറ്റ്. സകലവും, എല്ലാ കാര്യവും ദൈവം അവൻ്റെ സമയത്ത്, അതിൻ്റെ സമയത്തല്ല, അവൻ്റെ സമയത്ത് മനോഹരമായി ചെയ്യുന്ന ദൈവം. ആബ്രഹാമോട് ദൈവം ആബ്രഹാമിൻ്റെ തലമുറ സന്തതികളെക്കുറിച്ച് ഒരു വാഗ്ദത്തം നൽകുന്നു. 430 ആണ്ടുകൾ അടിമകളായി പാർക്കും. അതിന് ഒരു നാളിക പോലും കൂടുകയുമില്ല, കുറയുകയുമില്ല. ദാറ്റ് ഈസ് മൈ ടൈം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 16-ാം വചനം. അമോറിയ വർഗത്തിൻ്റെ അനീതി തികയുന്ന നാൾ. Until the iniquity of the caste, Bible says, Amorite is being fulfilled, you shall be slaves. അതിൽ നിന്ന് ഒരു മിനിറ്റ് അങ്ങ് കൂടുകയോ കുറയുകയില്ല. അക്രമികളുടെ അക്രമം തീരുന്ന നാൾ എൻ്റെ ജനത്തിൻ്റെ ചങ്ങലകൾ പൊട്ടും. They will depart. They will depart. വാക്ക് പറഞ്ഞത് ദൈവമാണ്. അങ്ങോ ഇങ്ങോ പെസകുകയേയില്ല. പുറപ്പാട് പുസ്തകം 12:41 ആ സംഭവം അണ്ടർലൈൻ ചെയ്ത് ദൈവം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പുറപ്പാട് 12:41 430 ആണ്ടുകൾ കഴിഞ്ഞിട്ട് അതേ ദിവസം, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, 430 ആണ്ടുകൾ കഴിഞ്ഞിട്ട് അതേ ദിവസം ജനം പുറപ്പെട്ടു. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. കാരണം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. 400 ആണ്ടുകൾ മലാക്കി പ്രവചകന്റെ ശബ്ദം കേട്ടിട്ട് പിന്നെ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ദൂതന്മാർ മുഖാന്തരം ജനം കേട്ടത്. ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള ഇടവിളി, ഇൻ്റർവെൽ 400 ആണ്ടുകൾ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം അവൻ്റെ കയ്യിലാണ്.
വള്ളി പുള്ളി തെറ്റുകയില്ല. 40 ആണ്ടുകൾ തൻ്റെ ജനം മരുഭൂമിയിൽ നടന്ന്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ക്രൂസിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് റോമ സീൽ കല്ലറയിൽ വയ്ക്കപ്പെട്ട ആ സെക്കൻഡ് മുതൽ ദേവാദി ദൈവം പരം ഏറി പോകുന്ന ആ സെക്കൻഡ് വരെ 40 നാളുകൾ. അവിടെ നിന്ന് 10 നാളുകൾ പരിശുദ്ധാത്മാവാം ദൈവം വരുന്നത് വരെ പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 3 നാളുകൾ അവൻ കല്ലറയിൽ അവൻ വിശ്രമിച്ചു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആബ്രഹാം അഗ്നിശോധനയിൽ കൂടെ കടന്നുപോയത് 25 ആണ്ടുകൾ. ആബ്രഹാമിൻ്റെ മകനും ചെറുമകനും ഇസഹാക്കും യാക്കോബും കടന്നുപോയത് 20 ആണ്ടുകൾ അഗ്നിശോധന. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തു യേശു ഭൂമിയിൽ ശിശുവായി ജനിച്ചത് തക്ക സമയത്ത്. ഗലാത്യർ 4:4 തക്ക സമയത്ത്. യേശു മരിച്ചത് അപ്പോസ്തലർ 2:23 പ്രകാരം, റോമർക്ക് എഴുതിയ ലേഖനം 5:6 പ്രകാരം, അതും തക്ക സമയത്ത്. ആമേൻ. യേശു ജനിച്ചത് തക്ക സമയത്ത്. ഗലാത്യർ 4:4. യേശു മരിച്ചത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന താൻ തന്നെ പല പ്രാവശ്യം അരുളി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അപ്പോസ്തലർ 2:23 നമ്മെ പഠിപ്പിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ മുൻ അറിവിൻ പ്രകാരം. എങ്ങനെയോ അടിച്ചു കൊന്നതല്ല. It is utter foreknowledge of Father God in heaven. പിതാവിൻ്റെ മുൻ അറിവിൻ പ്രകാരം തക്ക സമയത്ത്. റോമ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നു, അവൻ മരിച്ചത് നമുക്ക് വേണ്ടി മരിച്ചത് തക്ക സമയത്ത്. കാലസമ്പൂർണതയിൽ അവൻ ജനിച്ചു, തക്ക സമയത്ത് മരിച്ചു. അവൻ ഉയർത്തതോ എങ്ങനെയോ അല്ല, താൻ പറഞ്ഞതിൻ പ്രകാരം. ആമേൻ, ആമേൻ. Just like Jesus foretold, he rose up. തക്ക സമയം. ലൂക്ക് സുവിശേഷം 24:7 പ്രകാരം തക്ക സമയത്തിൽ അവൻ ഉയർത്ത്. എല്ലാം അവൻ്റെ സമയം. പക്ഷെ ഒരു കാര്യം മാത്രം, ഒരു സമയമില്ല, അത് ഇപ്പോൾ സംഭവിക്കണം. 2 കൊരിന്ത്യർ 6:2 ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആമേൻ. കുടിക്കുന്നതൊക്കെ കുടിച്ച്, ചാപ്പിടുന്നതൊക്കെ ചാപ്പിട്ട്, ഛർദ്ദിച്ച് നരങ്ങിയിട്ട് പിന്നെ രക്ഷപ്പെടാം എന്ന് നീ അടം പിടിക്കരുത്. ആമേൻ. വിഗ്രഹം ചുമന്ന് ചുംബിച്ച് നാടകം നടിച്ച് പിന്നെ, കാരണം നാളത്തെ ദിവസം നിനക്കുള്ളത് അല്ല. Now is the day of salvation. അത് അവൻ വെച്ച സമയം. ഇപ്പോൾ, not tomorrow. 2 കൊരിന്ത്യർ 6:2 അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം. മാരത്തടിച്ച് നാം വിലപിച്ച് കരയുന്ന നാളുകളാണ്. ഇനി അധിക നാളുകൾ നമ്മുടെ മുമ്പിലില്ല. പുല്ല് കുരുത്തതുപോൽ അടിക്ക് 1000 വിഗ്രഹങ്ങൾ കുരുത്തുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയും ഉപവാസവും ദൈവാശ്രയവും ഇല്ലാതെ ഭാവി തലമുറ പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാരതം പോയിക്കൊണ്ടിരിക്കുന്ന നാശത്തിലേക്ക്. ആകയാൽ ഇന്ന് നിലവിളിക്കുക, നേരെയാകുക, അപ്പൻ്റെ പൊന്മുഖത്തിൽ ചുംബിക്കുക. യേശുവേ, അങ്ങ് എനിക്ക് മതി, യേശു എനിക്ക് മതി. Now is the day of salvation. ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നിന്നെ വിളിച്ചവർ
உண்மையுள்ளோன் கண்ணின் மணி போல காட்டிடுமே நின்னே விழி சபனோன்மையுள்ளோன் கண்ணின் மணி போல காட்டிடுமே அந்தியாமாரே வாழுவாடேயாமே தாங்கி நடத்திடும் பொன் கரத்தா அழலேறும் ஜீவிட மறுபில் நீ தளருகையோ இனி சகஜே அழலேறும் ஜீவிட மறுபில் நீ தளருகையோ இனி சகஜே மறுபோ பிரயாணத்தில் சாரிடுவான் ஒரு நல்ல நாயகன் நினக்கில்லையோ மறுபோ பிரயாணத்தில் சாரிடுவான் ஒரு நல்ல நாயகன் நினக்கில்லையோ கருடோம் நீன காவன் வேண்டதெல்லாம் ஆடு யாத்திர நீடுக அழலேறும் அக்னி 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 அநேகட உள்ளுகள் கழுகப்படுന്നു கழுகப்படுന്നു தெய்வத்திനും വ്യക്തികൾക്കും നടുവിൽ സാത്താൻ കെട്ടി ഉയർത്തിയ വേലി ദൈവ കൃപയാൽ ഇപ്പോൾ പൊഴിയുന്നു ആമേൻ ആമേൻ കർത്താവിന്റെ ബലമുള്ള കരം അതിനെ തകർത്ത് പൊളിച്ചടുക്കുന്നുടാ പൊളിച്ചടുക്കുന്നുടാ ദൈവം നിനക്കും തമ്മിലുള്ള സെപ്പറേഷൻ മാറിപ്പോകുന്നു മദ്യപാനികളുടെ ഉള്ളിൽ ഒരു മാനസാന്തരം ദൈവം അയക്കുന്നു മയക്കുമരുന്നിന് അടിമപ്പെട്ട രണ്ട് വ്യക്തികളെ കർത്താവ് ഇപ്പോൾ തൊടുന്നു നിങ്ങൾ ഈ ദൈവത്തെ സേവിക്കാൻ പോകുന്നു സദാ സംസാരം പൊങ്ങച്ചം അങ്ങനെയുള്ള വേലികളെ കർത്താവ് പൊളിച്ചടുക്കുന്നുടാ അഗ്നി മഴ പാപമോചനം ശുദ്ധീകരണം നിലവിളിക്കുമോ ദൈവ പൈതലേ നിലവിളിക്കുമോ ക്ലെൻസ് മീ ഇന്ന് രക്ഷ വേണം എനിക്ക് ഇന്ന് രക്ഷ വേണം ഇപ്പോൾ കത്തുക അഗ്നിയിൽ കത്തുക അഭിഷേകത്തിൽ നിറയുക ദൈവ പൈതലേ നിറയുക ആമേൻ ആമേൻ കൈപ്പുള്ള വെള്ളം നീ കുടിച്ചിടിലോ കൽപ്പന പോലെ നടന്നിടണം ഏൽപ്പിക്കയിൽ ലവൻ ശത്രുകയിൽ സ്വർബോരം നീ അണയും വരയും അഴലേറും ജീവിത നീ രുകയോ ഇനി അഴലേറും മറുവിൽ നീ ദൈവം തൻ്റെ മനോഹരമായ സമയത്ത് അല്ലെങ്കിൽ തൻ്റെ സമയത്ത് നമുക്ക് നടത്തി തരാൻ പോകുന്ന ചില മനോഹരമായ സംഭവങ്ങൾ. ഒന്ന്, ഗലാത്യർക്കെഴുതിയ ലേഖനം
4 അധ്യായം 4 വചനം. ഗലാത്യർ 4:4. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രന് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ആമേൻ. യേശു ഉയർത്തത് തക്ക സമയത്ത് പറഞ്ഞതിൻ പ്രകാരം, യേശു മരിച്ചത് പിതാവാം ദൈവത്തിൻ്റെ മുൻ അറിവിൻ പ്രകാരം. അപ്പോസ്തലർ 2:23. ഫോർ നോളജ് ഓഫ് ഫാദർ ഗാഡ് ഇൻ ഹെവൻ. 2 തക്ക സമയത്ത്. റോമർ 5:6 പ്രകാരം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ എങ്ങനെയോ ജനിച്ചതല്ല. ആ സമയം നിശ്ചയിച്ചിട്ട് അവൻ്റെ മുമ്പിൽ നടന്ന് ബാധ ഒരുക്കുവാൻ, ഒരു പരിശുദ്ധനായ വ്യക്തിക്ക് ജന്മം നൽകുവാൻ ഒരു കുടുംബം ദീർഘനാൾ മക്കളില്ലാതെ നിന്ദ സഹിക്കേണ്ടിയിരുന്നു. തക്ക സമയം യേശു ജനിച്ചത്, ദ ഫുൾനെസ് ഓഫ് ടൈം, തക്ക സമയത്ത്. യേശു ഈ ഭൂമിയിൽ വന്നത് 10 പേരെ മതം മാറ്റാനല്ല, 10 കഷ്ണം അപ്പവും വീഞ്ഞും കൊടുക്കാനല്ല, 10 രോഗികൾക്ക് സൗഖ്യം നൽകുവാനുമല്ല. അതെല്ലാം അവൻ ചെയ്യുന്ന സഹായം. താൻ ദൈവം എന്ന് സ്ഥാപിക്കുവാൻ വചനം ഉറപ്പിക്കുമ്പോൾ അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, കുഷ്ഠരോഗികൾക്ക് വിടുതൽ നൽകുന്നു, മരിച്ചവൻ ഉയിർക്കുന്നു. അത് മാത്രമല്ല, അതല്ല മുഖ്യ ലാക്ക്. കർത്താവ് ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിക്കുവാനുള്ള മുഖ്യ ലാക്ക്, ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും നരകത്തിൽ പോകരുത്. ആമേൻ. എല്ലാവരുടെ പാപമും അക്രമവും അന്യായവും അഹങ്കാരവും തന്റെ തോളിൽ ചുമന്ന്, ഹല്ലേലൂയ, സർവരുടെ പാവം ഒരു കുഞ്ഞാടിനെ പോലെ തന്റെ തോളിൽ ചുമന്ന് സകലരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ക്രിസ്തു ഒരു ശിശുവായി, ഒരു മനുഷ്യനായി തക്ക സമയത്ത് ഭൂമിയിൽ ജനിച്ചത്. ആമേൻ. യോഹന്നാൻ 14:9 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ കൂടാതെ, എന്നെ കൂടാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. ഇതാണ് അവൻ്റെ ലാക്ക്, ഇതാണ് ക്രിസ്തുവിൻ്റെ മിഷൻ. ഒരുവനും ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടിയല്ലാതെ, ക്രിസ്തു എന്നുള്ള നാമത്തിൽ കൂടിയല്ലാതെ, യോഹന്നാൻ 14:6 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, without me you cannot reach God, without Christ you cannot reach heaven. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഉൽപ്പത്തി 3:15 ഒരു സ്ത്രീയുടെ വിത്തായി ഭൂമിയിൽ വന്ന്, എന്തിന്? സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ. ആമേൻ. അവൻ ഉൽപ്പത്തി 28:12 അവൻ ഒരു കോപണി. A ladder everyone can climb into heaven. ഉൽപ്പത്തി 28:12 സ്വർഗത്തോളം എത്തി നിൽക്കുന്ന കോപണിയാം ക്രിസ്തു. അതായത് ഇവനിൽ കൂടി മാത്രമേ സ്വർഗത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഏത് മനുഷ്യനും കഴിയുകയുള്ളൂ. സംഖ്യ 24:17 ബിലയാം പ്രവാചകൻ ആത്മനിറവിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം വിഷനിൽ കൂടി കാണുന്നു. അവൻ ആത്മനിറവിൽ വിളിച്ചു പറയുന്നു, I see a star is coming out of Jacob. യാക്കോബിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിക്കുന്നത് ഞാൻ കാണുന്നു.
147 വയസ്സായ ഭക്തൻ യാക്കോബ് മരണസമയം തൻ്റെ 12 മക്കളെയും തൻ്റെ അടുക്കൽ വിളിച്ച് അവിടെ ശിരസിൽ തൻ്റെ കരം വെച്ച് ആശീർവദിച്ചിട്ട് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദീർഘ നോക്കത്തോട് പ്രവചന വാക്കുകൾ അരുളി ചെയ്യുമ്പോൾ 4ാമത്തെ മകൻ യഹൂദ, യു ആർ നോട്ട് an ordinary man, നീ ഒരു ബാലസിംഹം. യഹൂദ, വെളിപ്പാട് പുസ്തകം 5:5 കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യൂദാ ഗോത്രത്തിലെ രാജസിംഹം ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം യാക്കോബിന്റെ 4ാമത്തെ മകൻ കൂടി വെളിപ്പെടുത്തുന്നു. നീ ഒരു ബാലസിംഹം, മറ്റു ഒരുത്തനും വഴിവിടാത്ത സിംഹം. ആമേൻ. മറ്റൊരു മൃഗത്തിനും സിംഹം വഴിവിടുകയില്ല. കാട്ടിലുള്ള സർവ മൃഗങ്ങളിലും ബലമുള്ള മൃഗം ബാലസിംഹം. യഹൂദ അല്ലെങ്കിൽ യൂദ, നീ ഒരു ബാലസിംഹം. The sculpture, the Bible says, Genesis 49:10, Jacob is prophesying, പ്രവചിക്കുന്നു, യഹൂദ, നിന്റെ കയ്യിൽ നിന്ന് ചെങ്കോൽ ഒരു നാളും വിട്ടുപോവുകയില്ല. അതിൻ്റെ അർത്ഥം നിത്യ രാജ്യത്വം സ്ഥാപിക്കുന്ന യേശു എന്നുള്ള കുഞ്ഞാട് മഹാഭയങ്കരൻ നിന്റെ ഗോത്രത്തിൽ ജനിക്കും. അവന്റെ കയ്യിലുള്ള ചെങ്കോൽ നിത്യ ചെങ്കോൽ, എറ്റേണൽ സ്കൾപ്ചർ. നിത്യ രാജ്യം സ്ഥാപിക്കുന്ന യേശു നിന്നിൽ നിന്ന് ഉരുവാകും. ആമേൻ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 34-ാം വചനത്തിൽ നെബൂഖദ്നേസർ ബാബേൽ കിങ് കണ്ട സ്വപ്നം മറന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ ഭക്തനും പ്രവാചകനും ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. A stone is coming from above, untouched by human hand. ഒരു മനുഷ്യന്റെ കൈപടാത്ത കല്ല് വാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആരവൻ? ലൂക്കോസ് 1:34-35 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഗർഭം ധരിച്ച പ്രജ. ആമേൻ. ജോസഫിന്റെ പുഷ്ടിയാലല്ല. യോഹന്നാൻ 1:13 ഒരു മനുഷ്യന്റെ ശക്തിയാലോ പുഷ്ടിയാലോ രക്തത്തിന്റെ ബലത്താലോ ജനിച്ച യേശു അല്ല, കൈതൊടാത്ത കല്ല്. ആ കല്ല് ക്രമേണ വലുതായി ദാനിയേൽ 2-ാം അധ്യായം 34-35 അത് മഹാപർവ്വതമായി തീർന്ന്, മഹാപർവ്വതം, ഭൂമിയിൽ എങ്ങും നിലനിൽക്കുന്ന മഹാപർവ്വതമായി തീർന്ന്. അതിൻ്റെ അർത്ഥം പ്രപഞ്ചം അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. വിഗ്രഹങ്ങളും ഇരുളിൻ്റെ അടയാളങ്ങളും ഇപ്പോഴുള്ള ശക്തിയും പണമും ബലവും കൊണ്ട് നിനക്ക് ഉയർത്താം. പക്ഷെ എന്നും നിലനിൽക്കുന്ന ഒരു പർവ്വതം, പ്രപഞ്ചം നമസ്കരിക്കുന്ന ഒരു പർവ്വതം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന സ്വർലോകത്തിലുള്ളോർ, ഭൂലോകത്തിലുള്ളോർ, ഭൂലോകത്തിന്റെ താഴെ അധോലോകത്തിലുള്ളോർ സകലരും, ചുരുക്കത്തിൽ പ്രപഞ്ചത്തിലുള്ള സകലരും ഈ ക്രിസ്തുവിന്റെ മുമ്പിൽ, ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള നാമത്തിന്റെ മുമ്പിൽ മുട്ടുമടങ്ങും. ഒരു നാൾ ക്രിസ്തു തന്നെ രക്ഷിതാവ് എന്ന് അവരുടെ നാവുകൾ ഏറ്റുപറയും. അതാണ് മഹാപർവ്വതമായി തീർന്ന കൈതൊടാത്ത കല്ല്. ആമേൻ. അത് സംഭവിച്ചത്, അത് ഒരു മനുഷ്യനായി ജനിച്ചത് എങ്ങനെയോ സംഭവിച്ചതല്ല. ഗലാത്യർ 4:4 നമ്മെ പഠിപ്പിക്കുന്ന കാലസമ്പൂർണതയിൽ
ദൈവത്തിന്റെ മുൻ തീർമാനപ്രകാരം മർക്കോസ് സുവിശേഷം 12:5 മുതൽ ഒരു ഉപമ കർത്താവ് അരുളി ചെയ്യുന്നു. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാലമായപ്പോൾ, when the time is in the hand, കാലമായപ്പോൾ മനുഷ്യൻ ഉടമസ്ഥൻ, ഭൂമിയുടെ ഉടമസ്ഥൻ ഒരു മനുഷ്യൻ കുടിയന്മാരോട് തോട്ടത്തിന്റെ ഫലം വാങ്ങേണ്ടതിന് ദാസന് അല്ലെങ്കിൽ ദാസന്മാരെ അയച്ചു. കാലമായപ്പോൾ തക്ക സമയത്ത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥൻ കുടിയന്മാരോട് അതിൻ്റെ അനുഭവം വാങ്ങുവാൻ ദാസനെ അയച്ചു. അവരോ ദാസനോട് കയർത്ത് ദാസനെ പിടിച്ച് തല്ലി, ദാസന്റെ തലയിൽ മുറിവേൽപ്പിച്ച് ദാസനെ അപമാനിച്ചു, ദാസനെ അടിച്ച് കല്ലെറിഞ്ഞ് കൊന്ന്. ഇതല്ലേ അന്നും ഇന്നും സുവിശേഷത്തിന് സംഭവിക്കുന്നത്? അവസാനം ദാസനെ ഒഴിവാക്കി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പൂ ഉടയവൻ, ആ മനുഷ്യൻ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന he sent his beloved son. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആരും ചെത്തിട്ടില്ല. ചെത്ത ഒരുവൻ അവൻ ഉയർത്തെഴുന്നേറ്റ ആണ്ടുകളായി. സന്തോഷത്തോട് കൈകൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 12:6 ആ മനുഷ്യന് ഒരു പ്രിയ മകൻ ഉണ്ടായിരുന്നു. And finally he sent him. തൻ്റെ മകനെ അയച്ചു. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ മകനെയും അവർ കൊന്നുകളഞ്ഞ്. Who is this son? The son of powerful God, all powerful God, Jesus Christ. യേശുവിനെ അവർ കൊന്നുകളഞ്ഞ്. അത് സംഭവിച്ചത് തക്ക സമയത്ത്. കാല സമ്പൂർണത വന്നപ്പോൾ അവൻ ഒരു സ്ത്രീയിൻ മകനായി ജനിച്ചു. കാരണം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പാപത്തിന്റെ ശമ്പളം മരണം. മരണത്തെ ജയിക്കുന്നത് ജീവൻ. ജീവന്റെ ഉറവിടം രക്തം. രക്തം എവിടെ ഉണ്ട്? ലേവ്യ പുസ്തകം 17:11 മാംസത്തിന്റെ ജീവൻ രക്തത്തിലുണ്ട്. ആരുടെ രക്തം? മൃഗത്തിന്റെ രക്തമാണോ? മനുഷ്യന്റെ രക്തമാണോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ഐസയ പ്രവചനം 1:11 Father God Jehovah delights not in the blood of an animal. അവന് മടുത്ത് 6 ലക്ഷം ഇസ്രായേൽ കുടുംബം, 1 ലക്ഷത്തിന് ഒരു കുടുംബത്തിന് അറ്റ്ലീസ്റ്റ് ഒരു ആട്ടുകുട്ടി മടുത്ത്. പെസഹ പെരുന്നാളിൽ കുറഞ്ഞത് 6 ലക്ഷം ആട്ടുകുട്ടി. I delight not. God declares, I delight not in the blood of an animal. ഈ മൃഗത്തിന്റെ രക്തത്തിൽ എനിക്ക് പ്രസാദമില്ല. സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെ അത് നിർത്തി. രണ്ടാമത്, മനുഷ്യന് രക്തമുണ്ടല്ലോ, മനുഷ്യന്റെ രക്തത്തിൽ പാപമോചനമാകാമല്ലോ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. പ്രസംഗി 7:20 1 രാജാക്കന്മാർ 8:46 ഭൂമിയിൽ പാപം ചെയ്യാത്ത മനുഷ്യൻ ഒരുവനും ഇല്ലല്ലോ. ആമേൻ. അങ്ങനെയാണെങ്കിൽ മൃഗത്തിന്റെ രക്തത്താൽ പാപമോചനം കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ രക്തത്താലും പാപമോചനം കഴിയുകയില്ല. പാപമേ ഇല്ലാത്തവൻ ഒരേ ഒരുവൻ ദൈവം മാത്രം. 2000 ആണ്ടുകൾക്ക് മുമ്പ് ആത്മാവാം ദൈവം, ആത്മാവിന് രക്തം ഇല്ലായ്കയാൽ രക്തം ചൊരിഞ്ഞ് നിന്നെ എന്നെ മോചിക്കുവാൻ
ആത്മാവാം ദൈവം. യോഹന്നാൻ 4-ാം അധ്യായം 24-ാം വചനത്തിൻ പ്രകാരം, 2 കൊരിന്ത്യർ 3-ാം അധ്യായം 17 പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 തിമോഥീസ് 3:16 രക്തം ചൊരിഞ്ഞ് നിന്നെയും എന്നെയും മോചിക്കുവാൻ അഗ്നിയാം ദൈവം, ആത്മാവാം ദൈവം ഒരു സ്ത്രീയുടെ സന്താനമായി, ഒരു ശിശുവായി, ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച് കാലസമ്പൂർണത വന്നപ്പോൾ, ആമേൻ, അത് ദൈവത്തിൻ്റെ മനോഹരമായ സമയത്തിൽ ദൈവം നമ്മുടെ നന്മയ്ക്കായി ചെയ്ത ഒരു മനോഹര സംഭവം. ആമേൻ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ, തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ, ലംഘനങ്ങളോ എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ, ലംഘനങ്ങളോ എന്നകൃത്യങ്ങളെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ. ആമേൻ. ഒന്ന് എഴുന്നേൽക്കാമോ? ഒന്ന് എഴുന്നേൽക്കാമോ? കൈകൾ ഉയർത്തി കൈകളെ തട്ടി, കൈകൾ ഉയർത്തി കൈകളെ തട്ടി, കൈകൾ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞു റബ ലഞ്ചന ശാലത കൃപ 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 ദൈവ കൃപ ദൈവ കൃപ യേശുവിന്റെ കൃപ നിന്റെ ഉള്ളിൽ നിന്റെ ഉള്ളിൽ. ആമേൻ ആമേൻ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികൾ കരം ഉയർത്തിക്കൊള്ളുക. എഴുതി തീർത്തവർ, എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, സ്കൂൾ പരീക്ഷ മാത്രമല്ല, എനി ടൈപ്പ് ഓഫ് എക്സാം, അത് നീറ്റായിരിക്കാം, അത് നഴ്സിംഗ് പരീക്ഷയായിരിക്കാം, അത് MS വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാം, എനി ടൈപ്പ്. സ്വർഗമേ, അത് PSC പരീക്ഷയായിരിക്കാം. ആമേൻ. കർത്താവിന്റെ കൃപയുടെ കരം ഉയർത്തപ്പെട്ട കൈകളെ തൊടുന്ന് ആരാണി മണികണ്ഠൻ? അവസാന ചാൻസ്. സ്വർഗം കനിയുന്നു മണികണ്ഠൻ, സ്വർഗം കനിയുന്നു. കർത്താവിന്റെ കരം ഉയർത്തപ്പെട്ട കൈകൾ അവൻ തൊടുന്ന് 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 നിന്റെ 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 ആഗ്രഹത്തിനും മേലെ മേലെ ദൈവം നിന്നെ തൊട്ട് അനുഗ്രഹിക്കുന്നു. എല്ലാരും കൈകൾ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോട് ശക്തിയോട് ആമേൻ ആമേൻ ആമേൻ. വയറിലെ ഉള്ള ചില രോഗം, വയറിലെ അത് ആരായാലും ബ്ലഡ് സംബന്ധമായി, കുടൽ സംബന്ധമായി, ഉദരം സംബന്ധമായി, ഗർഭം സംബന്ധമായി വയറിലെ ഉള്ള അത് ഗ്യാസ് ട്രബിൾ ആയിരിക്കാം, വയറിലെ ഉള്ള കട്ടികൾ അപ്രത്യക്ഷമാകുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം തൊടുന്ന് 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 യേശുവേ റബാ റഗാലദന്തനദബാ ലഞ്ജനാശാലദന്തനദബാ കൃപ കൃപ അഗ്നി അഗ്നി. രോഗമതിലുകൾ ഇടിയുന്നതാ ഇടിയുന്നതാ, രോഗമതിലുകൾ ഇടിയുന്നതാ. ആത്മനിറവിൽ തുള്ളി കൊതിക്കുക,
ആത്മ നിറവിൽ തുള്ളി ചാടുക, ആത്മ നിറവിൽ തുള്ളി ചാടുക, അഗ്നി നിറവിൽ തുള്ളി ചാടുക. ആമേ. നിന്നിൽ അവൻ, നിന്നിൽ അവൻ, നിന്നിൽ അവൻ, നിന്നിൽ അവൻ, നിന്നിൽ ഭയങ്കരൻ, നിന്നിൽ ദേവാദി ദൈവം, ദേവാദി ദൈവം, എല്ലാരെ കാട്ടിലും വലിയവൻ. ആമേ. സർവശക്തൻ നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ. ഓ ടി 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 റബ ലഞ്ജന സകാലദന്തനദബ കൃപ 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 ആത്മാവിൽ നിറയുവേ, 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 ആത്മാവിൽ നിറയുവേ, അഗ്നിയിൽ നിറയുവേ, അഗ്നിയിൽ നിറയുവേ, അഗ്നിയിൽ നിറയുവേ. പരിശുദ്ധി, 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 പരിശുദ്ധി. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ഓ സിയോനിൽ വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ഹായണ്ടറൽപ്പോടോ ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് ഉള്ളം തുള്ളും. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെ ഉള്ളവൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ദൈവം തൻ്റെ സമയത്ത് നടത്തിത്തന്ന് അല്ലെങ്കിൽ നടത്തിത്തരുന്ന മറ്റൊരു മനോഹരമായ സംഭവം 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വചനം. 2 കൊരിന്ത്യർ 6:2. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി. ബൈബിൾ തുറക്കണം. പ്രസാദകാലത്ത് രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ച് ഇപ്പോഴാകുന്നു പ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. That is his beautiful time to save you, not tomorrow but today. Amen. Hallelujah. ഇന്ന് ഇപ്പോഴാകുന്നു. മദ്യപൻ, മയക്കിന് അടിമപ്പെട്ടവൻ, സീരിയലിന് അടിമപ്പെട്ടവൻ, മൊബൈലിന് അടിമപ്പെട്ടവൻ, അപ്പൻ അമ്മയുടെ വാക്ക് മറുതലിച്ച് ഇപ്പം ചാടുമെന്ന് മതിലിൻ്റെ മേൽ ഇരിക്കുന്ന പെൺകുട്ടി, അനുജ, പോകുന്നത് നാശമാണേ. ഇന്ന് മനം തിരുമ്പു. കം ബാക്ക് ടു ഗാഡ്, കം ബാക്ക് ടു ഗാഡ്. നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന മകളെ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. 1 ദശലോനിക്കർ 5-ാം അധ്യായം 23-ാം വചനത്തിൽ ആ രക്ഷയെക്കുറിച്ച് ദശലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പർട്ടിക്കുലറായി പൗലോസ് എഴുതുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങള് മുഴുവനും ഭാഗികമായി രക്ഷിക്കേണ്ടതല്ല. കുറച്ച് ശരീരം, കുറച്ച് ആത്മാവ്, കുറച്ച് പ്രാണൻ. നോ,
to sanctify you wholly in full. നിങ്ങളെ മുഴുവനും രക്ഷിക്കേണ്ടതിന്, നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കേണ്ടതിന് ഇന്നാണ് സമയം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കേണ്ടതിന്, ഒന്ന് ശരീരം, മൺപുര, കൂടാരം, ശരീരം. രണ്ട് ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ്. മൂന്ന് പ്രാണൻ, ദ സോൾ. പ്രാണനും ആത്മാവും ചേർന്നതാണ് ദേഹി, അകമേ ഉള്ള മനുഷ്യൻ, ഉള്ളേ ഉള്ള മനുഷ്യൻ. ശരീരവും ആത്മാവും പ്രാണനും. ആത്മാവ് സദസ്സഭയ്ക്ക് 20:27 പ്രകാരം യഹോവ ദൈവത്തിന്റെ ദീപം. ആമേൻ. പ്രാണനോ ഉൽപ്പത്തി 2:7 പ്രകാരം നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ജീവശ്വാസം. ഹല്ലേലൂയ. ശരീരമോ 1 കൊരിന്ത്യർ 3:16 യഹോവ ദൈവത്തിന്റെ മന്ദിരം. ഇത് മൂന്നെയും മുഴുവനുമായി രക്ഷിക്കേണ്ടതിന് എങ്ങനെ? ശരീരത്തെ അല്പം രക്ഷിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് പവറുണ്ട്. പക്ഷെ ഈ മൂന്നിനെയും എത്ര ഹൈടെക് ആസ്പത്രി ഒത്തൊരുമിച്ചാലും ഒരു മനുഷ്യന്റെ ആത്മാവിനെ തൊടുവാൻ കഴിയുകയില്ല. എത്ര MS ഡോക്ടർമാർ ഒത്തൊരുമിച്ചാലും ഒരു മനുഷ്യന്റെ ജീവനിൽ അവർക്ക് അധികാരമില്ല. ഇത് മൂന്നും ഒത്തൊരുമിച്ച് രക്ഷ നൽകുവാൻ, ശുദ്ധീകരിപ്പാൻ ബൈബിളിൽ ഒരു മാർഗമുണ്ട്. 1 കൊരിന്ത്യർ 15 2 വചനം. 1 കൊരിന്ത്യർ 15:2. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. തുറക്കാമോ? ഞാൻ രക്ഷിക്കപ്പെടുന്നതുമായ, പോരാ, ഞാൻ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. ഒരു മതമും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു മാക്രിയും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു ജാതിയും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു ആൾ ദൈവവും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു സ്വാമിയും നിന്നെ രക്ഷിക്കുകയില്ല. നിന്നെ രക്ഷിക്കുന്നതുമായ സുവിശേഷം. വാട്ട് ഡു യു മീൻ ബൈ ഗോസ്പൽ? 2 തിമോത്തിയുസ് 2:8 വചനത്തിൽ തന്റെ പ്രിയ ശിഷ്യൻ തിമോത്തിയുസിന് പൗലോസ് എഴുതുന്നു, നിനക്ക് വേണ്ടി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക, അതാണ് എന്റെ സുവിശേഷം. ആമേൻ. ഒരു പരിപാടിയും വേണ്ട. ഈ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സഹോദര സഹോദരി ഒരു പരിപാടിയും വേണ്ട. തോറ്റുപോകും. നീ പോകുന്നത് അട്ടർ ഇരുളിലായിരിക്കും. ഇവൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കോവണി. ഡോണ്ട് റിജക്റ്റ് ഹിം. ഈ കർത്താവിനെ നീ തള്ളിക്കളയരുത്. അവന് ഓർത്തുകൊള്ളുക. ഈ സുവിശേഷം എന്നുള്ള, യേശുക്രിസ്തു എന്നുള്ള വചനം. ആമേൻ. വചനത്തിന് ഒരു പവറുണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള 3 ഘടകങ്ങൾ: ആത്മാവ്, പ്രാണൻ, ശരീരം. മൂന്നിനെയും ഒന്നുപോലെ തൊട്ട് ഉണർത്തി കഴുകി ശുദ്ധീകരിച്ചു രക്ഷിക്കും. ആമേൻ. മറ്റാർക്കും കഴിയുകയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർ 4:12 പ്രാണനെയും
ആത്മാവിനെയും സദ്ധി മജ്ജകളെയും അഥവാ ശരീരത്തെയും വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്ഷയുടെ മനോഹരമായ ദിവസം, ദൈവത്തിൻ്റെ സമയം നാളെയല്ല, ഇന്ന് ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം. Thank you, Jesus. I thank you, Jesus. I thank you, Jesus, from my heart. Thank you, Jesus. I thank you, Jesus. I thank you, Jesus, from my heart. Thank you, Jesus. I thank you, Jesus. I thank you, Jesus, from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus, from my heart. Love you, Jesus. I love you, Jesus. I love you, Jesus, from my heart. Kiss you, Jesus. I kiss you, Jesus. I kiss you, Jesus, from my heart. എബ്രായർ 9:27. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി, നിത്യത, നിശ്ചയം. സഭാപ്രസംഗി 3:11. Eternity, it is sure. സ്വർഗം നിശ്ചയം. സ്വർഗം നിശ്ചയമാണെങ്കിൽ നരകവും നിശ്ചയം. സങ്കീർത്തനക്കാരൻ എഴുതുന്നു 111:8. വചനം നിശ്ചയം, നിത്യത നിശ്ചയം. സ്വർഗം നിശ്ചയം, നരകം നിശ്ചയം, ദൈവവചനം നിശ്ചയം. അതേക്കാൾ ഉത്തമഗീതം 8:6 ഭയങ്കരമായി എഴുതുന്ന, the death is very strong. The death is very strong than love. പ്രേമത്തെക്കാൾ മരണം ബലത്തത്. ആമേൻ. മരണം നിശ്ചയം. എബ്രായർ 9:27. എന്താണ് മരണം? പൊടിയിൽ നെടുക്കപ്പെട്ട ഈ ശരീരം എന്നുള്ള പൊടി ഭൂമിയിലേക്കും ഇതിൻ്റെ ഉള്ളേ ഉള്ള ആത്മാവ് അഖിലേണ്ട സത്യത്തിൻ്റെ ദൈവമായ പരമാത്മാവിൻ്റെ അടുക്കലും പോകുന്ന സംഭവമാണ് മരണം. ആമേ. ശരീരം ഭൂമിയിലേക്ക്, കല്ലറയിലേക്ക്, ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ ആണ്ടവൻ്റെ അടുക്കൽ പോകുന്ന സംഭവമാണ് മരണം. ആമേൻ. സങ്കീർത്തനം 146:4, സഭാപ്രസംഗി 9:5, സങ്കീർത്തനം 73:26 മരണമെന്നാൽ നിരൂപണവും ഓർമ്മയും നശിക്കും. സങ്കീർത്തനക്കാരൻ എഴുതുന്നു ഹാർട്ട് ഫെയിലാകുന്നത് 73:26. ഹൃദയം ക്ഷയിക്കും, ഓർമ്മയും നിലവുകളും നിരൂപണങ്ങളും ക്ഷയിക്കും, നശിക്കും. അതാണ് മരണം. എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? പോകുന്നത് എവിടെ? വിട്ടു പിരിഞ്ഞ്. ഫിലിപ്പിയർ 1:23 ക്രിസ്തുവോട് കൂടെ. അത് നഷ്ടമല്ല, ലാഭമാണ്. ആമേൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം അരുളി ചെയ്യുന്ന, ഞാൻ മുഖാന്തരം നിന്റെ ആയുസിന്റെ നാളുകൾ പെരുകും. ഇഷ്ടപ്പെട്ടില്ലേ വചനം?
ഇത് തേടി കണ്ടുപിടിച്ചതാ. 3 നാളായി ഈ വചനം കണ്ടുപിടിക്കാൻ. സദൃശവാക്യം 9-ാം അധ്യായം 11 സദൃശവാക്യം 9:11 കിങ് ശലോമോൻ എഴുതുന്നു, ദൈവം മുഖാന്തരം നിന്റെ ആയുസ്സിന്റെ നാളുകൾ പെരുകും. ദൈവഭക്തി മുഖാന്തരം, ദൈവമുഖാന്തരം. സദൃശവാക്യം 10-27 വചനത്തിൽ അതേ റിപ്പറ്റീഷൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവഭക്തന് ആയുസ്സിന്റെ നാളുകൾ പെരുകും. അതേ വചനത്തിൽ ദുഷ്ടന് നാളുകൾ കുറയും. ആമേൻ. ഇതിൽ എക്സംഷൻ ഉണ്ട്. അതാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. ഇതിൽ ഒരു വള്ളിപുള്ളി വിട്ടുകളയരുത്. ഭയങ്കര വചനങ്ങളാണ്. ദൈവമുഖാന്തരം ആയുസ് കൂടും, ദുഷ്ടന് ആയുസ് കുറയും. സഭാപ്രസംഗി 8-14 വചനത്തിൽ ഒരു മായായതിലുണ്ട്. ചിലപ്പോൾ നീതിമാന്റെ ജീവിതത്തിൽ ദുഷ്ടന് ഭവിക്കുന്നതും ദുഷ്ടന്റെ ജീവിതത്തിൽ നീതിമാന് ഭവിക്കുന്നതും ഭൂമിയിൽ സംഭവിക്കാറുണ്ട്. അത് മായ. അത് എങ്ങനെ? ബൈബിൾ 2 എക്സംഷൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ചിലപ്പോൾ അനർത്ഥത്തിൽ നിന്ന്, ഭാവിയിൽ വരുന്ന അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് നീതിമാന്മാരെ ദൈവം പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കും. ഐസ 57:1. ചിലപ്പോൾ ദൈവത്തെ അറിയേണ്ടതിന് ദുഷ്ടന് 119 വയസ്സുവരെ ദൈവം കൊടുത്തെന്നായി. മനസ്സിലായോ? അതുകൊണ്ട് കരുക്ക് വെള്ളവും കോളി ഇറച്ചിയും വൈനും സാപ്പിട്ട് ആളുകളുടെ ടാക്സ് പണത്തെ മുടിച്ച് തിന്ന് 110 കഴിഞ്ഞിട്ടും ഉരുട്ടി പുരട്ടി ചാകാതെ കിടക്കുന്നവനെ നീതിമാൻ ദൈവം അനുഗ്രഹിച്ച് കണ്ടില്ലയോ എന്ന് നീ പറയരുത്. ഇത്ര നീട്ടിക്കൊടുത്തെങ്കിലും എന്നെ അവൻ അറിയുമോ എന്നുള്ളതിനാണ് ഇതിനെ നീട്ടിയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ആമേൻ. ഹല്ലേലൂയ. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും വചനമാണ്. ഇഷ്ടപ്പെട്ടേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്പർ 1, ഐസ 57:1 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ അവൻ ഒഴിഞ്ഞുപോകും. അപ്പോൾ ചിലപ്പോൾ ആയുസ് കുറഞ്ഞെന്നായി നീതിമാന്. ചിലപ്പോൾ എക്സംഷൻ. ഹെസക്കിയ ഏറ്റവും നല്ല ഉദാഹരണം. ചെറുപ്പപ്രായത്തിൽ ഒരു കുഞ്ഞിൻ്റെ കാല് കാണുവാൻ ഹെസക്കിയ ദാഹിച്ചിരുന്ന്. ഞാൻ സമാധാനത്തിനായി കാത്തിരുന്ന്. വന്നതോ കയ്പ്. In his young age, God called him for eternity. It was the appointed time. അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള സമയമായിരുന്നു. രോഗം കൊടുത്ത് അങ്ങോട്ട് ദൈവം വിളിച്ചു. അനർത്ഥം കാണും മുമ്പ് നീതിമാൻ ചിലപ്പോൾ ഒഴിഞ്ഞു പോകും. ബൈബിൾ വചനം കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മാറിലെ പാല്. ചെറുപ്പക്കാർക്ക് ഈ വചനം സൃഷ്ടിതാവും. അധ്യാപകന് ഇതൊരു സർവകലാശാല. ദേശം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്ററിന് ഇതാണ് പാർലമെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷനും. ഇതാണ് പാർലമെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷനും. ഇത് വിട്ടു മാറിയാൽ പിടിച്ച് നിന്നെന്ന് വരാം. ശിക്ഷ ഭയങ്കരമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ സത്യം, ഈ മർമ്മം, സുവിശേഷം എന്നുള്ള മർമ്മം
ரோமர் எழுதிய லேகனம் 1 அத்தியாயம் 19, 20, 21 வசனங்கள் எல்லாரும் பைபிள் தாள் எடுத்து വരയ്ക്കണം. വീട്ടിൽ പോയി 10 പ്രാവശ്യങ്ങളും വായിക്കണം. ഇത് അറിഞ്ഞില്ല ബ്രദറേ, ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളല്ലേ, ഇത് അറിഞ്ഞില്ലേ എന്ന് ആരും പറയരുത്. അവിടെ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തും, നോ എക്സ്ക്യൂസ്. അവർക്ക് പ്രതിവാദമില്ല. കാരണം അദർശ്യനായ ദൈവം, അതിലുണ്ട് ഭയങ്കര വചനങ്ങളാണ്. അദർശ്യനായ ദൈവം തൻ്റെ നിത്യ ശക്തിയും ദൈവത്വവും ലോക സൃഷ്ടി മുതൽ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് അറിഞ്ഞില്ല, യേശുവിനെ കുറിച്ച് കേട്ടില്ല എന്ന് കേൾക്കാത്തവനും പറയുവാൻ പറ്റത്തില്ല. അവന്റെ ഉള്ളില്, മനസാക്ഷിയുടെ ഉള്ളിൽ ശരിക്കുമുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഗ്രാമർ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവൻ അറിഞ്ഞേ മതിയാവുകയുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? റോമർ 1 അധ്യായം 19, 20, 21 അവിടെ സ്ട്രോങ് ആയുള്ള വചനം, നിനക്ക് വേറെ പ്രതിവിധി ഇല്ല എന്നാണ്. ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല. ലോകസ്ഥാപനം മുതൽ നിന്റെ ഉള്ളിൽ സത്യം ഏതെന്ന് അറിയുവാനുള്ള ബുദ്ധിയെ ഞാൻ വച്ചിട്ടുണ്ട്. ദൈവം അരുളി ചെയ്യുന്നു, നോ എക്സ്ക്യൂസ്. അതുകൊണ്ടാണ് ഹെസക്കിയ മൂക്കിൻ്റെ മുകളിൽ വെള്ളം കയറിയപ്പോഴും അവൻ്റെ രാജ്യത്തെ ഉപരോധിച്ച് യുദ്ധത്തിന് വന്ന ശത്രു രാജാവ് തൻ്റെ മൂക്കിൽ കൈവച്ച് പറയുന്നു, ഓ ഇവൻ ആശ്രയിക്കുന്ന ആശ്രയം എന്ത്? 2 രാജാക്കന്മാർ 18-19. ശത്രുക്കൾ ഉപരോധമുണ്ടാക്കി അനങ്ങാൻ പറ്റത്തില്ല. അപ്പോഴും ഹെസക്കിയ പറയുന്നു, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 2 രാജാക്കന്മാർ 18 15 വചനത്തിൽ, ദൈവമേ നീ ഒരുവൻ മാത്രം സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. ഇപ്പൊ പട്ടിയുടെ മൂലത്ത് ഒരു കൊതു കടിച്ചാൽ മതി ആരാധന മുടക്കാൻ ആളുകൾ. അല്ല, ഇവന്റെ മൂക്കിന്റെ മുകളിൽ വെള്ളം പൊങ്ങി, ഇനി ശ്വാസം പോകുന്ന അവസ്ഥയിലും പറയുന്നു, നീയാണ് ദൈവം, നീയാണ് സകല രാജ്യങ്ങൾക്കും ദൈവം, നീയാണ്. ശത്രു അമ്പരന്ന് മൂക്കിൽ കൈവച്ച് നിൽക്കുന്ന മിസ്റ്റർ ഹെസക്കിയ, വാട്ട് കോൺഫിഡൻസ് ഡു യു ഹാവ് amidst this enmity and forbidding? നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത്? എന്ത്? എങ്ങനെ കിട്ടി? സർവ സൃഷ്ടിയുടെ ഉള്ളിലും ദൈവം, അദർശ്യനായ ദൈവം തൻ്റെ ദൈവത്വം, തൻ്റെ നിത്യ ശക്തി. ഇന്ന് മന്ത്രി, നാളെ തെരുവിലെ തട്ടുകട. ഇതാണ് ആളുകളുടെ അവസ്ഥ. ഈ ദൈവം നിത്യ ശക്തൻ. ഒരു നാൾ വരും, ഒരു നാൾ വരും, ഒരു പുസ്തക ചുരുളിനെ പോലെ നീ കാണുന്ന ആകാശത്തെയും ഭൂമിയെയും ഈ ദൈവം ചുരുട്ടുന്ന നാൾ. വെളിപ്പാട് പുസ്തകം 6:14. He will roll off the sky and the earth just like a book scroll. ഒരു നാൾ, അതാണ് നിത്യ ശക്തി. നിത്യ ശക്തി. ഒരു നാൾ നീ കാണുന്ന വാനത്തെയും ഭൂമിയെയും ഞാൻ പ്രസംഗിക്കുന്ന യേശു ഒരു പുസ്തക ചുരുളിനെ പോലെ അവൻ ചുരുട്ടും. ഉണ്ടാക്കി വെച്ച ദൈവങ്ങൾ ഓട്ടം പിടിക്കും, നിലവിളി ഉയരും. He will roll it off. വെളിപ്പാട് 6:14. അവൻ അന്ന് ചുരുട്ടുമെങ്കിൽ പണ്ട് ഇതിന് അവൻ വിരിച്ചതാണ്. ആമേൻ. ബൈബിളിൽ ആദ്യ വരി
ആകാശവും ഭൂമിയും അവൻ സൃഷ്ടിച്ചു. ആദ്യം അവൻ സൃഷ്ടിച്ചു. Once he spread the heaven and earth, and in future he will scroll the roll of heaven and earth. അവൻ ചുരുട്ടും. അതാണ് നിത്യ ശക്തി. അത് എസെക്കിയാവിന് അറിയാം. ഞാൻ ദൈവസന്നിധിയിൽ കരയാറുണ്ട്. നമ്മുടെ നേതാക്കൾ, നമ്മുടെ ആളുകൾ ഈ ദൈവത്തെ അറിഞ്ഞെങ്കിൽ. കാരണം 1888 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോർബന്ദിലെ ഒരു ലോക്കൽ മിനിസ്റ്ററുടെ മകൻ ലണ്ടനിലേക്ക് ട്രെയിൻ കയറി. കഷ്ടിച്ച് 18-19 വയസ്സ്, ഐസ് ചൂപ്പുന്ന പ്രായം. ബാരിസ്റ്റർ പഠിക്കാൻ ലണ്ടനിൽ പോയി. മാഞ്ചസ്റ്ററിൽ ഒരു ഹോട്ടലിൽ ഭക്ഷിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതുന്നു, എ ഗുഡ് ഫ്രണ്ട്, എ ഗുഡ് ക്രിസ്ത്യൻ ഫ്രണ്ട്, ഒരു നല്ല ക്രിസ്തീയ സഹോദരൻ എനിക്കൊരു ബൈബിൾ തന്ന്. ഒരു നല്ല ക്രിസ്തീയ സഹോദരൻ മാഞ്ചസ്റ്ററിൽ ഹോട്ടലിൽ വെച്ച് എനിക്കൊരു ബൈബിൾ തന്നിട്ട് പോയില്ല. എന്നെ അതിൽ കൈ വച്ച് സത്യം ചെയ്യിപ്പിച്ചു. ഗാന്ധി എഴുതുന്നു, തൻ്റെ സ്വീയ ചരിത്രത്തിൽ എഴുതുന്നു, എൻ്റെ കൈ ബൈബിളിൽ വെച്ച് സത്യം ചെയ്യിപ്പിച്ച്, ഐ വിൽ റീഡ്, ഞാനിത് വായിക്കും. ഞാനല്ലേ മകൻ. വീട്ടിൽ വന്ന് മുറിക്കകത്ത് കയറി ഈ പുസ്തകത്തെ എൻ്റെ ഷെൽഫിൽ ഇറങ്ങി ഉറങ്ങാൻ കിടന്ന്. ഉറക്കം വരത്തില്ല. നീ സത്യം ചെയ്ത് കൊടുത്തതാണ്. ടേക്ക് ദ ബൈബിൾ ആൻഡ് റീഡ്. നീ സത്യം ചെയ്ത് കൊടുത്തതാണ് അവന്. അവൻ എൻ്റെ പൈഡലാണ്. അവന് സത്യം ചെയ്ത് കൊടുത്താണ്. ടേക്ക് ദ ബൈബിൾ ആൻഡ് റീഡ്. അങ്ങനെ പതുക്കെ ഉൽപ്പത്തി തുറന്ന് വായിച്ച് ഒന്നും പിടികിട്ടുന്നില്ല. ഉറക്കം വന്ന് അടച്ചു വെച്ച് ഉറങ്ങി. ഉറക്കം വന്നില്ല. നീ അവന് സത്യം ചെയ്ത് കൊടുത്തതാണ്. മനസാക്ഷി വിട്ടില്ല. അങ്ങനെ പുതിയ നിയമം വായിക്കാൻ തുടങ്ങി. ഗിരിപ്രഭാഷണത്തിന്റെ വാക്കുകൾ ഗാന്ധിയുടെ ഉള്ളിന് തച്ച് കയറി. അതിൽ നിന്ന് ചുരന്നെടുത്ത് കുടിച്ച പാലാണ് അഹിംസ. അതുകൊണ്ടാണ് ഇന്നും നീയും ഞാൻ ഭാരതത്തിലെ കൈയും വീശി നടക്കുന്നത്. ബൈബിൾ സത്യം. ഗാന്ധിയെ തൊട്ട് എസെക്കിയാ എന്നുള്ള കർത്താവ് പറയും. എസെക്കിയാ എന്ന് പേര് പോലും കർത്താവ് പറയത്തില്ല. എൻ്റെ ജനത്തിൻ്റെ പ്രഭു എന്നാണ്. ആമേൻ. ദ പ്രിൻസ് ഓഫ് മൈ ചിൽഡ്രൻ. 2 രാജാക്കന്മാർ 20 അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഹെസെക്കിയാ യഹോവ ദൈവം അരുളി ചെയ്യും ഐസ്യാ പ്രവാചകനോട് പറയും, ഇവൻ എൻ്റെ ജനത്തിൻ്റെ പ്രഭു. ഹെസെക്കിയാ അങ്ങനെ ജീവിച്ചവൻ മരണ വാറണ്ട് വരുന്നത് വരെ അങ്ങനെ ജീവിച്ചു. മുൻഭാഗത്ത് അവൻ നന്നായി ജീവിച്ചു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രഭു. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 3-ാം വചനത്തിലെ വെറും ഒരു 25-ാം വയസ്സിൽ രാജ്യത്തിൻ്റെ രാജാവായപ്പോൾ മുമ്പിൽ 2 ഡാം നിർമ്മിക്കണമോ വിഗ്രഹം നിർമ്മിക്കണമോ? ശ്രദ്ധയോട് കേൾക്കണം. ഇവന്റെ മുമ്പിൽ ജനക്ഷേമത്തിനായി വിഗ്രഹം ഉണ്ടാക്കി പൊക്കണമോ ഡാം നിർമ്മിക്കണമോ? ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം ഇവനോട് സംസാരിച്ച്, കാക്കത്തൂറാൻ നീ വിഗ്രഹം നിർമ്മിക്കരുത്. ജനം ക്ഷേമത്തോട് പാർക്കുവാൻ വെള്ളവും വിദ്യുച്ഛക്തിയും ലഭിക്കുന്ന രീതിയിൽ ഡാം നിർമ്മിക്കുക. ബൈബിളിൽ ഉള്ളതാണോ?
വായിക്കുക. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 20-ാം വചനത്തിലും 2 രാജാക്കന്മാർ 18-ാം അധ്യായം ആദ്യ വചനങ്ങളിലും ആ ദൈവ ശബ്ദം കേട്ട ഹെസക്കിയാ ജെറുസലേം ദേവാലയത്തിൽ 25 വയസ്സ് ചെറുപ്പക്കാരനായ രാജാവ് അകത്തു പ്രവേശിച്ചു. അവിടെ ഉയർത്തപ്പെട്ട സകല വിഗ്രഹങ്ങളെയും ഈ ചെറുപ്പക്കാരൻ അടിച്ചു ഉടച്ച് തകർത്ത് കളഞ്ഞു. അവസാനം അവിടെ ഒരു വിഗ്രഹം നിൽപ്പുണ്ട്. അതിനൊരു മനോഹരമായ പേരവർ കൊടുത്ത് നിഗുഷ്ടൻ. പണ്ട് മോശെ ഉണ്ടാക്കി ഉയർത്തിയ പിച്ചള സർപ്പത്തെ അതുപോലെ ആലയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് നിഗുഷ്ടൻ എന്ന് പേരും കേട്ട് ആളുകൾ വന്ന് ധൂപം കാട്ടാൻ തുടങ്ങി. അതിനെയും ഹെസക്കിയാ വിട്ടില്ല. അടിച്ച് ഉടച്ച് പുഷ്പത്തെ പുറത്താക്കി. പകരം ഒരു മിനി ഡാം കെട്ടി. 2 രാജാക്കന്മാർ 20-20 ഒരു കുളമും ഒരു കാൽപ്പത്തിയും. ഇത് ജനത്തിന് പ്രയോജനപ്പെടും. ഒരു കുളമും വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്ന രാജ്യത്തിൻ്റെ നന്മ, ജനം നന്മ പ്രാപിക്കട്ടെ. ചരിത്ര പുസ്തകങ്ങളിൽ ഭയങ്കരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ 2 സ്ഥലത്തിൽ മാത്രം 553 മീറ്റർ, 1/2 കിലോമീറ്ററിന് അധികം നീളമുള്ള കാൽപ്പത്തി ടണൽ. അതിൻ്റെ താഴ്ച ഡെപ്ത് 20 ആളുകളുടെ താഴ്ച 130 അടി. അങ്ങനെ ഒരു ടണൽ നിർമ്മിച്ച് അത് ഇന്നും ഉണ്ട്. 3000 ആണ്ട് കഴിഞ്ഞിട്ടും ഇന്നും അത് ഉണ്ട്. ജനത്തിന് വെള്ളം കൊണ്ടുവരുവാൻ ഈ ആശയം ജവഹർലാൽ നെഹ്റു പഠിച്ചു. ജവഹർലാൽ നെഹ്റു ആ ആശയത്തിൽ കെട്ടിത്തീർത്തതാണ് 961 ഏപ്രിൽ 5 അന്നത്തെ ഹോം മിനിസ്റ്റർ പട്ടേലിൻ്റെ സാന്നിധ്യത്തിൽ ഗുജറാത്തിൽ നർമ്മദ ഡാം കെട്ടി ഉയർത്തി. 65 വർഷം കഴിഞ്ഞിട്ടും രാജസ്ഥാന് കുടിവെള്ളം, ഗുജറാത്തിന് കുടിവെള്ളം, മഹാരാഷ്ട്രയ്ക്ക് കുടിവെള്ളം, മധ്യപ്രദേശത്തിന് കുടിവെള്ളം. മധ്യപ്രദേശത്തിന് വിദ്യുച്ഛക്തി, മഹാരാഷ്ട്രയ്ക്ക് വിദ്യുച്ഛക്തി, രാജസ്ഥാന് വിദ്യുച്ഛക്തി, ഗുജറാത്തിന് 4 സംസ്ഥാനങ്ങൾക്ക് വെള്ളവും കറണ്ടും കൊടുക്കുന്നത് ഈ ഡാം മുഖാന്തരമാണ്. അത് ഹെസക്കിയാ കൊടുത്ത ഗൈഡൻസ് ജവഹർലാൽ നെഹ്റുവിന്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പോസിറ്റീവ് സൈഡ് നാം ധ്യാനിച്ചു. ഹെസക്കിയാവിൻ്റെ പോസിറ്റീവ് സൈഡ് വിഗ്രഹത്തെ അടിച്ചുടച്ച് ജനക്ഷേമത്തിനായി കുടിവെള്ളത്തിന് ഡാം കെട്ടി. പ്രതികൂലം മൂക്കിൻ്റെ മുകളിൽ വന്നപ്പോഴും ദൈവ മഹത്വത്തിന് വിരളമായി ഒരു വാക്ക് ഉച്ചരിച്ചില്ല. അവനെ നോക്കി ദൈവത്തിൻ്റെ തക്ക സമയത്ത് മരണവാറണ്ട് വരുന്നു. ദൈവത്തിന് അത് മനോഹരം. പക്ഷെ ഇവന് ദുഃഖം. മക്കളില്ലാതെ മലടൻ. ഒരു കുഞ്ഞു കാൽ ഞാൻ കാണുമെന്ന് കാത്തിരുന്നവൻ്റെ വീട്ടിൽ മരണവാറണ്ട് വരുന്നു. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 3-ാം വചനത്തിൽ അവൻ കണ്ണീരോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്നാൾ വരെ അങ്ങേക്ക് ഞാൻ വിശ്വസ്തൻ. ഇന്നാൾ വരെ അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോട് ഞാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അങ്ങേക്ക് അനുസരണം കെട്ടവനായി ജീവിച്ചില്ല. ഞാൻ ചെയ്തത് എല്ലാം ദൈവപ്രസാദമാണ്. ദൈവത്തിൻ്റെ പ്ലാന് മാറി. ആമേൻ. ഇവിടെയാണ് ഐസയ 57:1 വചനം പ്രസക്തം.
അനർത്ഥം കാണും മുമ്പേ നീതിമാൻ ഒഴിഞ്ഞിപ്പോകുന്നു. അത് ദൈവത്തിന് അറിയാം. കാരണം അവസാനം മുമ്പേ അറിയുന്ന ദൈവം. ആമേൻ. പിന്നെ ഇവൻ നിലവിളിച്ച് ഊരുണ്ട് കരഞ്ഞ് രോഗസൗഖ്യവും ആയുസ്സും നീട്ടി വാങ്ങിയപ്പോൾ ഇവന്റെ ജീവിതം തകിടം മറിഞ്ഞു. ഇവന് രോഗസൗഖ്യം കിട്ടിയപ്പോൾ ബെലാത്ത് എന്നുള്ള ശത്രു രാജ തന്റെ ദൂതന്മാർ അയച്ച് കത്തും സന്മാനവും കൊടുത്തപ്പോൾ ഇവൻ അവരോട് ഷേഖൻ നടത്തി. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ശത്രു ചിരിച്ചു വന്നാലും അവൻ ശത്രു തന്നെയാണ്. വീണു പോകരുതിനി. 1888 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോർബന്ദിലെ ഒരു ലോക്കൽ മിനിസ്റ്ററുടെ മകൻ ലണ്ടനിലേക്ക് ട്രെയിൻ കയറി. കഷ്ടിച്ച് 18-19 വയസ്സ്, ഐസ് ചൂപ്പുന്ന പ്രായം. ബാരിസ്റ്റർ പഠിക്കാൻ ലണ്ടനിൽ പോയി. മാഞ്ചസ്റ്ററിൽ ഒരു ഹോട്ടലിൽ ഭക്ഷിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതുന്നു, എ ഗുഡ് ഫ്രണ്ട്, എ ഗുഡ് ക്രിസ്ത്യൻ ഫ്രണ്ട്, ഒരു നല്ല ക്രിസ്തീയ സഹോദരൻ എനിക്കൊരു ബൈബിൾ തന്ന്. റബ ലഞ്ചന ശാലദം ജനദബ. ഒരു നല്ല ക്രിസ്തീയ സഹോദരൻ മാഞ്ചസ്റ്ററിൽ ഹോട്ടലിൽ വെച്ച് എനിക്കൊരു ബൈബിൾ തന്നിട്ട് പോയില്ല. എന്നെ അതിൽ കൈ വച്ച് സത്യം ചെയ്യിപ്പിച്ചു. ഗാന്ധി എഴുതുന്നു, തൻ്റെ ചരിത്രത്തിൽ എഴുതുന്നു, എൻ്റെ കൈ ബൈബിളിൽ വെച്ച് സത്യം ചെയ്യിപ്പിച്ച് ഐ വിൽ റീഡ്, ഞാനിത് വായിക്കും. ഞാനല്ലേ മകൻ. വീട്ടിൽ വന്ന് മുറിക്കകത്ത് കയറി ഈ പുസ്തകത്തെ എൻ്റെ ഷെൽഫിൽ ഇറങ്ങി ഉറങ്ങാൻ കിടന്ന്. ഉറക്കം വരത്തില്ല. നീ സത്യം ചെയ്ത് കൊടുത്തതാണ്. ടേക്ക് ദ ബൈബിൾ ആൻഡ് റീഡ്. നീ സത്യം ചെയ്ത് കൊടുത്തതാണ് അവന്. അവൻ എൻ്റെ പൈഡലാണ്. അവന് സത്യം ചെയ്ത് കൊടുത്താണ്. ടേക്ക് ദ ബൈബിൾ ആൻഡ് റീഡ്. അങ്ങനെ പതുക്കെ ഉൽപ്പത്തി തുറന്ന് വായിച്ച് ഒന്നും പിടികിട്ടുന്നില്ല. ഉറക്കം വന്ന് അടച്ചു വെച്ച് ഉറങ്ങി. ഉറക്കം വന്നില്ല. നീ അവന് സത്യം ചെയ്ത് കൊടുത്തതാണ്. മനസാക്ഷി വിട്ടില്ല. അങ്ങനെ പുതിയ നിയമം വായിക്കാൻ തുടങ്ങി. ഗിരിപ്രഭാഷണത്തിന്റെ വാക്കുകൾ ഗാന്ധിയുടെ ഉള്ളിന് തച്ച് കയറി. അതിൽ നിന്ന് ചുരന്നെടുത്ത് കുടിച്ച പാലാണ് അഹിംസ. അതുകൊണ്ടാണ് ഇന്നും നീയും ഞാൻ ഭാരതത്തിലെ കൈയും വീശി നടക്കുന്നത്. ബൈബിൾ, ബൈബിൾ, സത്യം. ഗാന്ധിയെ തൊട്ട് ഹെസക്കിയ എന്നുള്ള കർത്താവ് പറയും. ഹെസക്കിയ എന്ന് പേര് പോലും കർത്താവ് പറയത്തില്ല. എൻ്റെ ജനത്തിൻ്റെ പ്രഭു എന്നാണ്. ആമേൻ. ദ പ്രിൻസ് ഓഫ് മൈ ചിൽഡ്രൻ. 2 രാജാക്കന്മാർ 20 അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന. ഹെസക്കിയ യഹോവ ദൈവം അരുളി ചെയ്യും ഐസ്യാ പ്രവാചകനോട് പറയും, ഇവൻ എൻ്റെ ജനത്തിൻ്റെ പ്രഭു. ഹെസക്കിയ അങ്ങനെ ജീവിച്ചവൻ മരണ വാറണ്ട് വരുന്നത് വരെ അങ്ങനെ ജീവിച്ചു. മുൻഭാഗത്ത് അവൻ നന്നായി ജീവിച്ചു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രഭു. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 3-ാം വചനത്തിലെ വെറും ഒരു 25-ാം വയസ്സിൽ രാജ്യത്തിൻ്റെ രാജാവായപ്പോൾ മുമ്പിൽ 2 ഡാം നിർമ്മിക്കണമോ വിഗ്രഹം നിർമ്മിക്കണമോ? ശ്രദ്ധയോട് കേൾക്കണം. ഇവന്റെ മുമ്പിൽ ജനക്ഷേമത്തിനായി വിഗ്രഹം ഉണ്ടാക്കി പോക്കണമോ ഡാം നിർമ്മിക്കണമോ? ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം ഇവനോട് സംസാരിച്ച്, കാക്കത്തൂറാൻ നീ വിഗ്രഹം നിർമ്മിക്കരുത്, ജനം ക്ഷേമത്തോട് പാർക്കുവാൻ
വെള്ളവും വിദ്യുച്ഛക്തിയും ലഭിക്കുന്ന രീതിയിൽ ഡാം നിർമ്മിക്കുക. ബൈബിളിൽ ഉള്ളതാണോ? വായിക്കുക. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 20-ാം വചനത്തിലും 2 രാജാക്കന്മാർ 18-ാം അധ്യായം ആദ്യ വചനങ്ങളിലും ആ ദൈവ ശബ്ദം കേട്ട ഹെസക്കിയാ ജെറുസലേം ദേവാലയത്തിൽ 25 വയസ്സ് ചെറുപ്പക്കാരനായ രാജാവ് അകത്തു പ്രവേശിച്ചു. അവിടെ ഉയർത്തപ്പെട്ട സകല വിഗ്രഹങ്ങളെയും ഈ ചെറുപ്പക്കാരൻ അടിച്ചു ഉടച്ച് തകർത്ത് കളഞ്ഞു. അവസാനം അവിടെ ഒരു വിഗ്രഹം നിൽപ്പുണ്ട്. അതിനൊരു മനോഹരമായ പേരവർ കൊടുത്ത് നിഗുഷ്ടൻ. നിഗുഷ്ടൻ നിഗുഷ്ടൻ പണ്ട് മോശെ ഉണ്ടാക്കി ഉയർത്തിയ പിച്ചള സർപ്പത്തെ അതുപോലെ ആലയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് നിഗുഷ്ടൻ എന്ന് പേരും കേട്ട് ആളുകൾ വന്ന് ധൂപം കാട്ടാൻ തുടങ്ങി. അതിനെയും ഹെസക്കിയാ വിട്ടില്ല. അടിച്ച് ഉടച്ച് പസ്പത്തെ പുറത്താക്കി. പകരം ഒരു മിനി ഡാം കെട്ടി. 2 രാജാക്കന്മാർ 20-20 ഒരു കുളമും ഒരു കാൽപ്പത്തിയും. ഇത് ജനത്തിന് പ്രയോജനപ്പെടും. ഒരു കുളമും വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്ന രാജ്യത്തിൻ്റെ നന്മ, ജനം നന്മ പ്രാപിക്കട്ടെ. ചരിത്ര പുസ്തകങ്ങളിൽ ഭയങ്കരമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ 2 സ്ഥലത്തിൽ മാത്രം 553 മീറ്റർ, 1/2 കിലോമീറ്ററിന് അധികം നീളമുള്ള കാൽപ്പത്തി ടണൽ. അതിൻ്റെ താഴ്ച ഡെപ്ത് 20 ആളുകളുടെ താഴ്ച 130 അടി. അങ്ങനെ ഒരു ടണൽ നിർമ്മിച്ച് അത് ഇന്നും ഉണ്ട്. 3000 ആണ്ട് കഴിഞ്ഞിട്ടും ഇന്നും അത് ഉണ്ട്. ജനത്തിന് വെള്ളം കൊണ്ടുവരുവാൻ ഈ ആശയം ജവഹർലാൽ നെഹ്റു പഠിച്ചു. ജവഹർലാൽ നെഹ്റു ആ ആശയത്തിൽ കെട്ടിത്തീർത്തതാണ് 961 ഏപ്രിൽ 5 അന്നത്തെ ഹോം മിനിസ്റ്റർ പട്ടേലിൻ്റെ സാന്നിധ്യത്തിൽ ഗുജറാത്തിൽ നർമ്മദ ഡാം കെട്ടി ഉയർത്തി. 65 വർഷം കഴിഞ്ഞിട്ടും രാജസ്ഥാന് കുടിവെള്ളം, ഗുജറാത്തിന് കുടിവെള്ളം, മഹാരാഷ്ട്രയ്ക്ക് കുടിവെള്ളം, മധ്യപ്രദേശത്തിന് കുടിവെള്ളം. മധ്യപ്രദേശത്തിന് വിദ്യുച്ഛക്തി, മഹാരാഷ്ട്രയ്ക്ക് വിദ്യുച്ഛക്തി, രാജസ്ഥാന് വിദ്യുച്ഛക്തി, ഗുജറാത്തിന് 4 സംസ്ഥാനങ്ങൾക്ക് വെള്ളവും കറണ്ടും കൊടുക്കുന്നത് ഈ ഡാം മുഖാന്തരമാണ്. അത് ഹെസക്കിയാ കൊടുത്ത ഗൈഡൻസ് ജവഹർലാൽ നെഹ്റുവിന്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പോസിറ്റീവ് സൈഡ് നാം ധ്യാനിച്ചു. ഹെസക്കിയാവിൻ്റെ പോസിറ്റീവ് സൈഡ് വിഗ്രഹത്തെ അടിച്ചുടച്ച് ജനക്ഷേമത്തിനായി കുടിവെള്ളത്തിന് ഡാം കെട്ടി. പ്രതികൂലം മൂക്കിൻ്റെ മുകളിൽ വന്നപ്പോഴും ദൈവ മഹത്വത്തിന് വിരളമായി ഒരു വാക്ക് ഉച്ചരിച്ചില്ല. അവനെ നോക്കി ദൈവത്തിൻ്റെ തക്ക സമയത്ത് മരണവാറണ്ട് വരുന്നു. ദൈവത്തിന് അത് മനോഹരം. പക്ഷെ ഇവന് ദുഃഖം. മക്കളില്ലാതെ മലടൻ. ഒരു കുഞ്ഞു കാൽ ഞാൻ കാണുമെന്ന് കാത്തിരുന്നവൻ്റെ വീട്ടിൽ മരണവാറണ്ട് വരുന്നു. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 3-ാം വചനത്തിൽ അവൻ കണ്ണീരോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്നാൾ വരെ അങ്ങേക്ക് ഞാൻ വിശ്വസ്തൻ. ഇന്നാൾ വരെ അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോട് ഞാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അങ്ങേക്ക് അനുസരണം കെട്ടവനായി ജീവിച്ചില്ല. ഞാൻ ചെയ്തത് എല്ലാം ദൈവപ്രസാദമാണ്. ദൈവത്തിൻ്റെ പ്ലാന് മാറി. ആമേൻ.
ഇവിടെയാണ് ഐസയ 57:1 വചനം പ്രസക്തം. അനർത്ഥം കാണും മുമ്പേ നീതിമാൻ ഒഴിഞ്ഞിപ്പോകുന്നു. അത് ദൈവത്തിന് അറിയാം. കാരണം അവസാനം മുമ്പേ അറിയുന്ന ദൈവം. ആമേൻ. പിന്നെ ഇവൻ നിലവിളിച്ച് ഊരുണ്ട് കരഞ്ഞ് രോഗസൗഖ്യവും ആയുസ്സും നീട്ടി വാങ്ങിയപ്പോൾ ഇവന്റെ ജീവിതം തകിടമറിഞ്ഞ്. ഇവന് രോഗസൗഖ്യം കിട്ടിയപ്പോൾ ബെലോത്ത് എന്നുള്ള ശത്രു രാജ തന്റെ ദൂതന്മാർ അയച്ച് കത്തും സന്മാനവും കൊടുത്തപ്പോൾ ഇവൻ അവരോട് ഷേഖൻ നടത്തി. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ശത്രു ചിരിച്ചു വന്നാലും അവൻ ശത്രു തന്നെയാണ്. വീണു പോകരുത് നീ. എൻ്റെ അപ്പനെ ചതിച്ചവൻ, എൻ്റെ അമ്മയെ ചതിച്ചവൻ, മുപ്പിതാവിനെ ചതിച്ച ഇപ്പൊ കല്യാണക്കുറിയുമായി വരും. നീ വീണു പോകരുത്. നിന്റെ ഉള്ളു നീ തുറന്ന് കാണിക്കരുത്. ശത്രു തന്നെയാണ്. ശത്രു വന്ന് he shook hands with him, letter of appreciation gift given. അവന്റെ കൊട്ടാരത്തിൽ തുറന്ന് കാണിക്കാത്തത് ഒന്നുമില്ല. തെറ്റി. ആയുസ് ദൈവം നീട്ടിക്കൊടുത്ത് തെറ്റി. എല്ലാം തുറന്ന് കാണിച്ചു. ആയുധശാല, പണ്ടകശാല, സർവവും സകല രഹസ്യവും തുറന്ന് കാണിച്ച് ഒരു കാര്യം, മനുഷ്യരുടെ മുമ്പിൽ എല്ലാം തുറക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം തുറക്കാം. മനസ്സിലായോ? ഇത് നീ ചെയ്യുന്നത് നേരെ എതിരാ. 40 നാളുകൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് മോശെ എന്നുള്ള വിക്കൻ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുഖം ഇങ്ങനെ സ്റ്റാർ വെട്ടുന്നത് പോൽ ത്വക്ക് പ്രകാശിച്ച്. എപ്പോഴും മോശെ മുഖത്തിൽ ഒരു മൂടുപടം ഇട്ടിരിക്കും. മനുഷ്യരുടെ മുമ്പിൽ വരുമ്പോൾ മൂടുപടം ഇടും, ദൈവസന്നിധിയിൽ വരുമ്പോൾ മൂടുപടം വിലക്കും. ദൈവമായ ഒരു ഒഴിവ് മറവ് പാടില്ല. മനുഷ്യൻ്റെ മുമ്പിൽ എല്ലാം തുറക്കരുത്. ഇവൻ തുറന്നപ്പോൾ ഐശയ്യാ പ്രവാചകൻ ഇവന് വിരോധമായി ഐശയ്യാ പ്രവചനം 39 അധ്യായം അവസാന വരികളിൽ ദൈവ മുന്നറിയിപ്പ് ഐശയ്യാ പ്രവാചകനിൽ കൂടി ഇവന് താക്കീത് വരുന്നു. എന്ത് ചെയ്തു മകനെ, നീ എന്തെല്ലാം കാണിച്ച് ശത്രുവിന്? ഒരു നാൾ വരും, നിന്റെ അടുത്ത തലമുറയെ ഷണ്ണന്മാരായി കടത്തിക്കൊണ്ടവൻ പോകും. ഇവന്റെ മറുപടി അറിയാമോ? 39 അധ്യായം വായിക്കണം, അവസാന വരികൾ. ഐസയ്യാ 39 അവസാന വരികളിൽ നിന്റെ മക്കളെ ഷണ്ണന്മാരായി അവന്റെ കൊട്ടാരത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ അടിക്കുവൻ പറയുന്നു, അത് നല്ല വചനം. മക്കളെക്കുറിച്ച് ഒട്ടും കരുതലില്ലാത്ത അപ്പൻ മക്കളുടെ രക്ഷയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒട്ടും അത് നല്ല കാര്യം. കാരണം ഇപ്പോ അടുത്ത വചനം ഭയങ്കരം. എൻ്റെ ജീവകാലത്ത് സമാധാനം സത്യം ഉണ്ടായിരിക്കുമല്ലോ. വരുന്ന അനർത്ഥം അടുത്ത തലമുറക്കാണല്ലോ. ഞാൻ രക്ഷപ്പെടുമല്ലോ. വന്ന് അനർത്ഥം അവൻ്റെ ജീവിതത്തിൽ വന്ന് മക്കൾക്ക് വിരോധമായി. ഇവൻ്റെ വിചാരം, ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഭൂമി അവന് മാത്രമുള്ളതാണ് എന്നാണ്. ഭൂമി അല്ല. അപ്പോസ്തലൻ 17:26 ഈ ഭൂമിയെ ദൈവം എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവന് മാത്രമുള്ളതല്ല. ഹല്ലേലൂയ. ആകയാൽ ദൈവം തീർമാനം, ഇവൻ അനർത്ഥം. അതിനുശേഷം ജനിച്ച മനീഷ ബൈബിളിലില്ല. ഐശയ്യാവിനെ 2 പിളർന്ന ക്രൂരനായി മാറി. അവന് ജനിച്ച മോൻ അമോൻ അവനെക്കാട്ടിലും ക്രൂരനായി മാറി.
ഈ അനർത്ഥം കാണാതിരുപ്പാനാണ് തക്ക സമയത്ത് എസെക്കിയാവിനെ ദൈവം വിളിച്ചത്. അവൻ മനോഹരമായ ഒരു സമയം നമുക്ക് വച്ചിട്ടുണ്ട്. ആ നാളും നാളികയും നാം അറിയണം. അങ്ങനെ കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് നടക്കണം. അയ്യോ, വിചാരിച്ചില്ലല്ലോ, എൻ്റെ കെട്ടിയവൻ പോയേ, ഇനി നാളെ ബറോട്ടയും ഇറച്ചി ആര് വാങ്ങിക്കൊണ്ട് തരുമോ? ഇങ്ങനെ ആളുകൾ ഉണ്ട്, ആളുകൾ അറിയാം. ഒരുങ്ങിയിരിക്കുക, എപ്പോഴും ഒരുങ്ങിയിരിക്കുക. പൗലോസ് പറയും, എൻ്റെ നെറിയാണ കാലം അടുത്തിരിക്കുന്നു. I finished my race. The time of my departure is at my hand. At my hand. ഇവിടെ വിട്ടു പോകുന്ന സമയം അത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഭക്തൻ യാക്കോബ് 130 വയസ്സിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫറവോന്റെ മുമ്പിൽ മകൻ ജോസഫ് കൊണ്ട് നിർത്തുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഫറവോനെ യാക്കോബ് അനുഗ്രഹിച്ചു. യാക്കോബ് അനുഗ്രഹിച്ചിട്ട് പറയും, എൻ്റെ വയസ്സ് 130, എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ 180, എൻ്റെ അപ്പൻ ആബ്രഹാം മരിച്ചപ്പോൾ 175, ഇപ്പം 130 ഉള്ളു. അത്രത്തോളം ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു സൂചന കിട്ടി, എപ്പോൾ വേണമെങ്കിലും പോകുമെന്നുള്ള സൂചന കിട്ടി. അങ്ങനെ 17 ആണ്ടുകൾ കൂടെ യാക്കോബ് ജീവിച്ചിരുന്ന് 147 വയസ്സിൽ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ തൻ്റെ മക്കളെ തൻ്റെ അടുക്കൽ പിടിച്ചിരുത്തി ഇപ്പോൾ ആശീർവാദം ചെയ്ത് പിന്നെ കൽപ്പിക്കുന്നു, മക്കളെ, ഹിദ്ദിയൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ച ആ ഭൂമിയിൽ അപ്പൂപ്പനെ അടക്കി, സാറയെ അടക്കിയിരിക്കുന്നു, അപ്പൻ ഇസഹാക്കിനെ അടക്കി, അമ്മയെ അടക്കി, എൻ്റെ ഭാര്യ ലേയും അവിടെ അടക്കിയിട്ടുണ്ട്. നിങ്ങളും ആ സ്ഥലത്ത് തന്നെ എന്നെയും അടക്കണം. പറഞ്ഞതേ ഉള്ളു. കട്ടിലിരിക്കുന്ന യാക്കോബ് ഒരു കാല് താഴെ കിടക്കുന്നു. താഴെ കിടന്ന കാലെടുത്ത് യാക്കോബ് കട്ടിലിൽ വെച്ച് പ്രാണൻ പോയി. ഇതാണ് മരണം. അവൻ്റെ ആ തക്ക സമയത്ത് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത മനോഹരമായ ആ സന്ദർഭം. 3 നില വീട് പണിത് ഭാഗ്യം. 2 മക്കളുണ്ട്, ഒരുത്തൻ അയർലാൻഡ്, മറ്റവൻ അമേരിക്ക, ഭാഗ്യം. 10 ബാങ്കുണ്ട്, 10ലും അക്കൗണ്ടുണ്ട്, ഭാഗ്യം. ഇതെല്ലാം മക്കളെ ഭാഗ്യം. സങ്കീർത്തനക്കാരൻ എഴുതുന്ന 40:17 ഇതൊക്കെ വിട്ടിട്ട് പോകേണ്ടി വരും. കർത്താവ് അരുളി ചെയ്യുന്ന ക്രിസ്തുവിൽ മരിക്കുന്നത് ഭാഗ്യം. അതിന് ഒരുങ്ങിക്കൊള്ളുക. നമുക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി ശക്തിയോട് നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. 5 മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ ജീവിതം യേശു കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ജീവിതം രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാം അവന്റെ സമയത്ത് മനോഹരമായി ചെയ്യുന്ന ദൈവം, എല്ലാം മനോഹരമായി നേർത്തിയായി ചെയ്യുന്ന നല്ല ദൈവം. കേട്ട വചനം മറക്കരുത്. ആരെങ്കിലും
ഉള്ളു യേശുവിന് തുറന്നു കൊടുത്ത് നിന്നെ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേർക്കുവാൻ ഭൂമിയിൽ വന്ന യേശുവിന് ജീവിതം ഒഴിഞ്ഞുകൊടുത്ത് രക്ഷയുടെ അവസ്ഥയിൽ നീ ആയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മാറത്ത് കൈവച്ച് നിലവിളിച്ച് കരയുക. എന്നെ അങ്ങയുടെ പൈതലായി സ്വീകരിക്കണമേ, എന്നെ അങ്ങയുടെ പൈതലായി സ്വീകരിക്കണമേ, എന്നെ ദൈവമേ അങ്ങയുടെ പൈതലായി സ്വീകരിക്കണമേ. വാ തുറക്കുക, വാ തുറക്കുക. എല്ലാവരും 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 ആമേൻ. യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ. ശക്തിയോട് ശക്തിയോട് ബലമായി 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 വീട്ടിനകത്ത് എന്നും എപ്പോഴും പോര്, വീട്ടിനകത്ത് എന്നും എപ്പോഴും പോര്. പോര് കൊണ്ടിടുന്ന പോരിൻ്റെ ഉടമസ്ഥനായ സൈത്താന്റെ കരം ഈ ദൈവമക്കളുടെ ഭവനം വിട്ട് വെളിയിൽ പോ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ വീട് വിട്ട് പോ. ആമേൻ. ചില വീടുകളും കുടുംബങ്ങളും കള്ളിന് അടിമ, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമ, ദുഷ്ടരയ്ക്കും കൈക്കൂലിക്കും അടിമ. നീതി ന്യായം എന്തെന്ന് അറിഞ്ഞുകൂടാ. PhD ഉണ്ട്, MBBS ഉണ്ട്, IAS വീട്ടിനകത്തുണ്ട്. നീതി എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ന്യായം എന്തെന്ന് അറിഞ്ഞുകൂടാ. ആളുകളുടെ ഉള്ളിൽ ബോധം കൊടുക്കണമേ. ന്യായം മനസ്സിലാക്കി കൊടുക്കണമേ. ഒരു ശുദ്ധീകരണം കുടുംബങ്ങളിൽ, ശുദ്ധീകരണം കുടുംബങ്ങളിൽ, ശുദ്ധീകരണം. ചില വ്യക്തികളെ പിടിച്ച് ബന്ധിച്ച് വച്ച് ഇരുളുകൊണ്ട് നിറച്ച് എന്നും രോഗമിട്ട് വലയ്ക്കുന്ന പഴയ പാമ്പിൻ്റെ കരം വ്യക്തികളെ വിട്ട് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തുരത്തുന്നു. ഞാൻ തുരത്തുന്നു. കം ഔട്ട് ഇൻ ജീസസ് നെയിം. കം ഔട്ട് ഇൻ ജീസസ് നെയിം. കം ഔട്ട്. പുറത്തേക്ക് വാ. സ്വാതന്ത്ര്യം, 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 സ്വാതന്ത്ര്യം. യേശുവിൽ സ്വാതന്ത്ര്യം, യേശുവിൽ സ്വാതന്ത്ര്യം. ഒരു നന്മ, ഭൗതിക നന്മ പ്രാപിക്കുവാൻ യത്നിച്ച് ഒരുങ്ങി കയ്യിൽ കിട്ടിയതുപോലെ ആയി. പക്ഷെ വായിൻ്റെ അടുക്കൽ വന്നപ്പോൾ അത് വീണുപോയി. ആമേൻ. ഒരു നല്ല ജോലി, ഒരു നല്ല വിവാഹബന്ധം, നല്ല ഒരു പാർപ്പിടം, നല്ല ഒരു വരുമാന മാർഗം, നല്ല ഒരു ഗവൺമെൻറ് ജോലി. സ്വർഗമേ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ, ഈ കുഞ്ഞുങ്ങൾക്ക് നൽകണമപ്പാ, നൽകണമപ്പാ, നൽകണമേ. ചിലർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ശരീരത്തിൽ വൈദ്യൻ കത്തിവയ്ക്കുവാൻ അനുവദിക്കരുതേ ദൈവമേ. നിങ്ങളുടെ പ്രാർത്ഥന ഗ്രാൻഡഡ്. അങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ഗ്രാൻഡഡ്. ഒരു ഡോക്ടറുടെ കത്തി വയ്ക്കാതെ തന്നെ, ഓപ്പറേഷൻ തിയേറ്ററിൽ കടത്താതെ തന്നെ സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നു, ഇടപെടുന്നു. സഭയ്ക്ക് നൽകുന്നു, സഭയ്ക്ക് നൽകുന്നു. ആമേൻ. ചില വീടുകളിൽ ഒന്നിലധികം മക്കളുണ്ട്. ഒന്നോ രണ്ടിനെ അനുഗ്രഹിച്ച് മറ്റവർ താളനിലയിലാണ്. അത് ദുഃഖമാണ്, പ്രയാസമാണ്. അല്ല പിതാവേ, ഇവിടെ തലമുറകൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ചില കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ വളരെ പ്രയാസപ്പെടുന്നു. ഉറക്കം അവരെ തള്ളിയിടുന്നു. അപ്പോഴപ്പോൾ വ്യാധി അവരെ തള്ളിയിടുന്നു. പഠിച്ചാലും അവരെ പേപ്പറിൽ പകർത്തുവാൻ കഴിയുന്നില്ല. എൻ്റെ കർത്താവേ, കുഞ്ഞുങ്ങളെ സഹായിക്കണമപ്പാ, കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കൃപ, കൃപ, കൃപ,
കൃപ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായടെ നീക്കത്ര ആനന്ദമോ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായടെ നീക്കത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ. കൃപ 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 കൃപ. അഗ്നി 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 ഉയരത്തിലെത്തി. റബ ലഞ്ജന ശാലദൻ ധനദബ. ആമേൻ 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 ആമേൻ. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം പോകുമ്പോ അതിനാറുമ്പോ, ക്ഷാമം ഭൂകമ്പോ അതിനാറുമ്പോ വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും. കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും. മാനവും മഹത്വവും കർത്താവിന്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.